2025 നീറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു എക്സാം ആയിരുന്നു. വളരെ ടഫായിരുന്നു. കട്ട് ഓഫ് മാർക്കും അതുപോലെ തന്നെ കുറഞ്ഞിരുന്നു. ശരിക്കും ആ ഒരു എക്സാമിൽ സെലക്ട് ആകുന്ന വിദ്യാർത്ഥികൾക്ക് അത്ര തന്നെ ക്വാളിറ്റി ഉള്ളതായിരിക്കും. ആ ഒരു നീറ്റ് എക്സാമിൽ മികച്ച വിജയം കാഴ്ചവെച്ചിരിക്കുകയാണ് മൈക്കിൾ എന്ന വിദ്യാർത്ഥി. അപ്പോൾ മൈക്കിൾ ആദ്യമേ തന്നെ ആ ഒരു വിജയത്തിന് കൺഗ്രാജുലേഷൻസ്. മൈക്കിൾ ഓൾ ഇന്ത്യ റാങ്ക് 892 കേരള റാങ്കിങ്ങിൽ മികച്ച ഒരു റാങ്ക് തന്നെ നേടിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൈക്കിളിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയേണ്ടതായിട്ടുള്ളത് മൈക്കിൾ തന്നെ നമ്മളോട് പറയുന്നതായിരിക്കും. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നൽകാമോ? അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് മൈക്കിൾ. ഞാൻ കോട്ടയംകാരനാണ്, വീട് കട്ടച്ചിറ. ഓക്കെ. കൂടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ പേരെന്ന് പറഞ്ഞാൽ ജാൻസി. ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല, അച്ഛൻ ഇവിടെ ഇല്ല, കാരണം പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. IT മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടനും പുറത്ത് തന്നെയാണ്, IT സ്ഥലത്ത് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മൈക്കിൾ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഏത് ബാച്ചിലത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു? ഞാൻ ഇത് റെസിഡൻഷ്യൽ ബാച്ചിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ, +1 +2 പഠനത്തോടൊപ്പം തന്നെ ബ്രില്യൻറ്റിൻ്റെ റെസിഡൻഷ്യൽ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ മൈക്കിൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ റാങ്കിനെ പറ്റി. ഓക്കെ, ഇത്രയും കിട്ടുമെന്ന് ആദ്യം പ്രതീക്ഷിച്ചില്ല. പക്ഷെ മാർക്ക് കാരണം എല്ലാവർക്കും കുറവായിരുന്നല്ലോ. പക്ഷെ ഇപ്പോഴാണ് ഈ റാങ്ക് വന്നപ്പോൾ വിചാരിച്ചാലും വളരെ കൂടുതലുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. സാറ്റിസ്ഫൈഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിജയം കരസ്ഥമാക്കിയപ്പോൾ ശരിക്കും എന്താണ് തോന്നിയത്? കാരണം ഇത്രയും ടഫായിരുന്നു എക്സാം. ആ ടഫായിട്ടുള്ളൊരു എക്സാമിൽ ഈ ഒരു മികച്ച വിജയം കരസ്ഥമാക്കുക എന്ന് പറയുന്നത് ഏറെ മധുരം നൽകുന്നൊരു വസ്തുതയാണ്. അപ്പോൾ എന്ത് തോന്നി ആ ഒരു ഇത്ര മികച്ചൊരു റാങ്കൊക്കെ കിട്ടിയപ്പോൾ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സന്തോഷം മാത്രമേ. ഇപ്പോൾ ഇത്രയും കിട്ടുമെന്ന് ആദ്യമൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ റാങ്ക് വന്നപ്പോൾ ഇപ്പോൾ വളരെയധികം സന്തോഷമായിട്ടുണ്ട്. വെരി ഹാപ്പി. ഓക്കെ, ഇത് കേൾക്കുന്ന വ്യക്തികൾക്കൊക്കെ അറിയാനുള്ളത് അല്ലെങ്കിൽ അറിയാൻ അവർ ആഗ്രഹിക്കുന്നത്, കാരണം നീറ്റ് ഇനിയും എഴുതാൻ പോകുന്ന നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ചോദിക്കുകയാണ്, എങ്ങനെയൊക്കെയായിരുന്നു മൈക്കിളിൻ്റെ പഠന രീതികൾ? എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി മൈക്കിളിനുണ്ടായിരുന്നു? പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് തന്നെ പറ്റുന്നത്രയും പഠിച്ചെടുക്കണം. ക്ലാസ്സിൽ നിന്ന് പഠിച്ച പിന്നെ വീട്ടിൽ പോകുമ്പോൾ പകുതി പണിയും പോയി. ഇപ്പോൾ റിവിഷൻ ചെയ്യാനെല്ലാം ധാരാളം സമയം കിട്ടും. പിന്നെ പറ്റുന്നത്രയും ക്വസ്റ്റ്യൻസും ചെയ്യണം. കാരണം ബ്രില്യൻറ്റിൽ നിന്ന് നമുക്ക് ധാരാളം ബുക്സൊക്കെ കിട്ടുന്നുണ്ടല്ലോ. വർക്ക് ബുക്ക് കിട്ടുന്നുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിലൊക്കെ ചോദിച്ചാൽ തന്നെ ഒരു ബേസിക് ആയിട്ട് ഐഡിയ മുഴുവൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്, നീറ്റ് 2025 ഒരു ഹാർഡ്നെസ് ലെവലിനെ പറ്റി ഭയങ്കര ടഫായിരുന്നു എല്ലാവർക്കും. ഇത്രയും ടഫ് ശരിക്കും പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയും പ്രതീക്ഷിച്ചിട്ടില്ല. അതിവർ എക്സാം ഹാളിൽ ചെന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകൾ വായിച്ച് നോക്കുമ്പോഴാണ് ഇതിത്ര ഇച്ചിരി ടൈറ്റാണ്, ഇച്ചിരി ടഫാണല്ലോ എന്ന് റിയലൈസ് ചെയ്യുന്നത്. ആ റിയലൈസ് ചെയ്തപ്പോൾ മൈക്കിളിനുണ്ടായ ഒരു ഇമോഷൻ എന്തായിരുന്നു? ഞാൻ ആദ്യം നോക്കിയത് ബയോളജി ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് അത്ര ഇല്ലെങ്കിലും പക്ഷെ നിറച്ചും സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നോട്ട് കുറേ നേരം പോയി. അതുകൊണ്ടാണ് ഫിസിക്സിലേക്ക് പോയത്. എനിക്ക് ഭാഗ്യവശാൽ തുടക്കത്തിലുള്ള എളുപ്പ ചോദ്യങ്ങൾ വന്നു, അത് കഴിഞ്ഞിട്ട് പാടായിട്ടുള്ള വന്നത്. അത് നോക്കിയപ്പോഴാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം വിചാരിച്ചാലും ഭയങ്കര കൂടുതൽ ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ പക്ഷേ അത്രയും സമയവും ഞാൻ മാനേജ് ചെയ്തിട്ടില്ലായിരുന്നു മര്യാദയ്ക്ക്. അതുകൊണ്ട് കുറച്ച് സ്പീഡൊക്കെ കൂട്ടേണ്ടി വന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം പരീക്ഷ വരെയൊക്കെ എഴുതാൻ പറ്റി. അത്രയും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ടിപ്പം ഞങ്ങളാണെങ്കിലും നേരിട്ട് കണ്ടാണ് ഒരുപാട് വിദ്യാർത്ഥികൾ കണ്ണുകളൊക്കെ നിറഞ്ഞാണ് എക്സാം സെൻറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത്. ഈ ഇറങ്ങി വരുമ്പോൾ മൈക്കിളിൻ്റെ ഇമോഷൻസൊക്കെ എങ്ങനെയായിരുന്നു? പാടാണെന്ന് മനസ്സിലായി, പക്ഷേ എഴുതാൻ പറ്റി. പക്ഷേ ചുറ്റും നോക്കിയപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു നിരാശാജനകമായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു ചുറ്റും. എങ്ങനെയായിരുന്നു അതിനെ ഫേസ് ചെയ്തത്? പ്രധാനമായിട്ട് സങ്കടമായിരുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും ഫിസിക്സ് കുഴപ്പമുണ്ടാക്കുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ ഇറങ്ങി വന്നപ്പോൾ എല്ലാവർക്കും വഷളാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ കുറച്ചൊക്കെ സങ്കടം മാറി. എന്നാലും പ്രധാനമായിട്ട് സാഡ്നെസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു മൊത്തത്തിലുള്ളൊരു ടോൺ നമുക്കും ഉണ്ടായിരുന്നു അല്ലേ? ഈ ഇപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം പറയുന്നതിൽ ഒന്നുകൂടെ ചോദിക്കുകയാണ്, ഏറ്റവും ടഫായിട്ട് തോന്നിയത് ഏത് സബ്ജക്റ്റ് തന്നെയായിരുന്നു? ഫിസിക്സ് തന്നെയായിരുന്നു? ഫിസിക്സ് തന്നെയായിരിക്കും. വിചാരിച്ചാലും വളരെ ക്രൂരമായ ചോദ്യങ്ങളാണ് ഇട്ടിരുന്നത്. ഓക്കെ, ഏറ്റവും എളുപ്പമാണെന്ന് ചോദ്യ സബ്ജക്റ്റ് ഏതായിരുന്നു? ഇത് കെമിസ്ട്രിയും ബയോളജിയും തമ്മിലായിരിക്കും. കാരണം രണ്ടും മോഡറേറ്റ് ലെവലായിരുന്നു. ഇത് ബയോളജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലെങ്കിലും നീളമുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. കെമിസ്ട്രി ഡിഫിക്കൽട്ടി ഇല്ലായിരുന്നെങ്കിലും ആവശ്യത്തിന് മോഡറേറ്റുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സമയം മാനേജ് ചെയ്യുന്നു, അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ രണ്ടിനും ഏകദേശം അടുത്ത് വരും. അപ്പോൾ ഇനി എനിക്ക് എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ബ്രില്യൻറ്റിൽ പഠിച്ച ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ മെയിൻ എക്സാമിന് പോകുന്നതിന് മുന്നോടിയായിട്ട് നീറ്റപ്പത്തി മോഡൽ എക്സാംസ്, ഓൾ യൂണിറ്റ് എക്സാംസ്, അങ്ങനെ ഇഷ്ടംപോലെ എക്സാംസ് എഴുതിയിട്ടാണ് പോകുന്നത്. ഇത്രയധികം എക്സാംസ് എഴുതുന്നത് അല്ലെങ്കിൽ എഴുതിയത് മൈക്കിളിന് ഒരു മെയിൻ എക്സാമിലേക്ക് വന്നപ്പോൾ ഗുണം ചെയ്തു? വളരെയധികം ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മുടെ ഈ നീറ്റ് ഹോളിൽ വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാക്കി തരും, ഒരു പ്രിപ്പറേഷൻ തരും. അല്ലാതെ നമ്മുടെ വീക്ക് പോയിന്റ്സ് ഈ പരീക്ഷകളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കാണെങ്കിൽ ഒരു ബേസിക് ഐഡിയ കിട്ടും, എവിടെയാണ് നമുക്ക് കുറവുള്ളത്,
ഏതൊക്കെ നമ്മുടെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഏതൊക്കെ ഇനി വീണ്ടും പഠിക്കണം അതൊക്കെ മനസ്സിലാവും. ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണെന്നുള്ളത് അതൊക്കെ പരീക്ഷയിൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഓക്കെ. ഇതെല്ലാം കഴിയുമ്പോൾ പിന്നെ നീറ്റ് ഹോളിൽ കയറുമ്പോൾ ഇത് ബ്രില്ലിൻ്റ് നടത്തുന്ന ഒരു മോഡലാണെന്ന് തന്നെ വിചാരിച്ച് നമുക്ക് എഴുതാൻ പറ്റും, സ്ട്രെസ് ഒന്നും ഇല്ലാതെ. എക്സാം ഫിയർ എന്ന് പറഞ്ഞൊരു സാധനം അതൊന്നും ഇല്ലായിരുന്നു, കൂളായിട്ട് നമുക്ക് എഴുതാൻ പറ്റി, എൻ്റർ ചെയ്യാൻ പറ്റി. ഓക്കെ. നമ്മുടെ ടീച്ചിങ് ഫാക്കൽറ്റി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രില്യൻറ്റിലെ? വളരെയധികം നന്നായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഉള്ള മിസ്സുമാരെല്ലാം നന്നായിട്ട് പഠിപ്പിക്കും, ഒരു ഡൗട്ടും ഇടാതെ പഠിപ്പിച്ച് ചേർക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ നമ്മളെ നോട്ട് ചോദിച്ചാൽ അവർ ഉടനെ പറഞ്ഞു തരികയും ചെയ്യും. പിന്നെ അവിടുത്തെ മിസ്സുമാരും എല്ലാവരും നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, വേണ്ട സമയത്ത് മോട്ടിവേഷൻ തരും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇന്നോട്ട് വന്ന് ചോദിച്ചാൽ അത് സോൾവ് ചെയ്യും തരും. ഓക്കെ. അപ്പോൾ വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ നിന്ന് നമുക്ക് ബ്രില്ലിൽ നിന്ന് കിട്ടിയത് അല്ലേ? ഓക്കെ. അപ്പോൾ മൈക്കിളിൻ്റെ അമ്മ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം. എന്ത് തോന്നുന്നു, മികച്ചൊരു വിജയമാണ് മകൻ കരസ്ഥമാക്കിയിരിക്കുന്നത്, എന്താണ് ഈ ഒരു നിമിഷത്തിൽ തോന്നുന്നത്? വളരെ സന്തോഷമുണ്ട്. അത്രയും അധികം ഹയർ റാങ്ക് വരുമെന്ന് വിചാരിച്ചില്ല. വളരെ ബുദ്ധിമുട്ടായിരുന്നല്ലോ എല്ലാവർക്കും, പിള്ളേരെല്ലാം വളരെ സങ്കടത്തിലായിരുന്നു. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം. മൈക്കിള് പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഭാഗമായിട്ട് റെസിഡൻഷ്യൽ ബാച്ചിലർ സ്റ്റുഡൻ്റ് കൂടെയായിരുന്നു. അപ്പോൾ ബ്രില്യൻറ്റുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് മാമിന് എങ്ങനെയായിരുന്നു? വളരെ നല്ലതായിരുന്നു. എന്നുവെച്ചാൽ എല്ലാ മിസ്സുമാരും സാറുമാരും ഒക്കെ എപ്പോഴും ഡൗട്ട്സൊക്കെ ഉള്ളത് ഉടനെ തന്നെ എല്ലാവരും ക്ലിയർ ചെയ്ത് കൊടുക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഇങ്ങനെ പ്ലസ് ടുവിൻ്റെ സമയത്തായിരിക്കണം, ഇങ്ങനെ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ ഒരു ഡൗട്ട് വന്നപ്പോൾ അത് ഞാൻ അമൽ ജോസ് സാറിന് ഇവന് സമയമില്ലെന്ന് പറഞ്ഞിട്ട് ഞാനത് അയച്ചു കൊടുത്തു വാട്സാപ്പിൽ. എന്നിട്ട് സാർ അതിരാവിലെ 5 മണിയായപ്പോഴാണ് അത്രയ്ക്കും നേരത്തെ അതിന് റിപ്ലൈ അയച്ച് തരികയും ഡൗട്ട്സ് ക്ലിയർ ചെയ്യുകയും ചെയ്തു. അത്രയധികം അപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ അത്രയധികം ഇൻട്രസ്റ്റ് എടുത്ത് പഠിപ്പിക്കുന്ന സാറുമാർ രാത്രിയോ പകലെന്നോ ഇല്ലാതെ ഇവരെല്ലാം ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്ത് തരുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇങ്ങനെ ബ്രില്യൻ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഇങ്ങനെയുള്ള ചെറിയ ഗ്രാമങ്ങളിലും ഉള്ള സ്കൂളുകളിലേക്ക് വന്ന് അവിടെയുള്ള പിള്ളേർക്ക് ഇത്രയധികം സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ അവർക്കെങ്ങും പോകണ്ട, സ്വന്തം സ്കൂളിലേക്ക് എല്ലാ സൗകര്യങ്ങളും ഓൾ ഇന്ത്യ ഒരു എക്സാം പാസ്സാകാനുള്ള അത്രയധികം ശേഷി കഴിവില്ലാത്ത കുട്ടികൾക്ക് പോലും ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ അവരെ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വളരെയധികം പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നു. അതുമാതിരി എന്തെങ്കിലും ഇത്രയധികം സ്ട്രെസ്സിൽ കൂടെ പിള്ളേർ പോകുമ്പോൾ അവർക്ക് എപ്പോഴും മോട്ടിവേഷൻ സ്പീച്ചുകളെല്ലാം അവർ കൊടുക്കുന്നു. അതൊക്കെ കുട്ടികൾക്ക് എത്രയോ ഉപകാരപ്രദമാണ്. ഈ ഒരു മനോഹരമായ വേളയിൽ നമ്മോടൊപ്പം മേരി മൗണ്ട് പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി സെബാസ്റ്റ്യനും നമ്മോടൊപ്പം ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. സിസ്റ്റർ ആദ്യം തന്നെ സ്വാഗതം. അപ്പോൾ മേരി മൗണ്ട് സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയായ മൈക്കിൾ വലിയൊരു വിജയമാണ് 2025 നീറ്റ് എക്സാമിൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. എന്താണ് തോന്നുന്നത് ഈ ഒരു നിമിഷത്തിൽ? ഓഫ്കോഴ്സ് എനിക്ക് മൈക്കിളിന് ഈ റാങ്ക് കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം ഞാൻ അതിനുവേണ്ടി നല്ലപോലെ പ്രാർത്ഥിച്ചിരുന്നു. അത് വേറൊരു കാര്യം. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ് മൈക്കിളിന് ഈ ഒരു റാങ്ക് കിട്ടിയതിൽ. മൈക്കിൾ എങ്ങനെയായിരുന്നു സ്കൂളിലൊക്കെ പഠന സമയത്തൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സ്കൂളിൽ മൈക്കിളിനെ കുറിച്ച് പറഞ്ഞാൽ മൈക്കിൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ടൈമിൽ ചെയ്യും. നമുക്ക് മൈക്കിളിനെ കുറിച്ച് വലിയ വറിയാവേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം കറക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നവരാണ്. പിന്നെ വീട്ടിൽ നിന്ന് നമ്മുടെ സ്കൂളിൻ്റെ ബൈക്ക് സൈഡ് ആണ് വരുന്നത്. അമ്മ ചില സമയത്ത് അമ്മ കൂടെയുള്ളൂ, ചില സമയത്ത് അച്ഛൻ കൂടെയുണ്ട്. അവരുടെയും വളരെ ആത്മാർത്ഥമായ ഹാർഡ് വർക്കും ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ ഇവിടെ ടീച്ചേഴ്സും എല്ലാവരോടും വളരെ ഒരു സ്നേഹത്തോടെയുള്ളൊരു പോക്കായിരുന്നു മൈക്കിളിൻ്റേത്. മൈക്കിൾ അത് ഡിസേർവ് ചെയ്യുന്ന ഒരാളാണ്. മൈക്കിളിന് ഇനിയും വലിയ വലിയ സ്ഥാനങ്ങളിൽ ഉയരങ്ങളിൽ എത്താനായിട്ട് സാധിക്കും, അത് യാതൊരു സംശയമില്ല. മൈക്കിള് പഠിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു പഠനം എവിടെയാണെങ്കിലും കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നു. കോച്ചിങ്ങിന് ബ്രില്യൻറ്റിലാണ് ചെയ്തിരുന്നത്. അത് വളരെ അവരും നല്ല ഒരു കോച്ചിങ്, അവിടുത്തെ 4 ഡയറക്ടേഴ്സും വളരെ കൃത്യമായ ഒരു ടൈം ടേബിളും കൊടുത്ത അതിൽ എല്ലാവരും മറ്റ് ടീച്ചേഴ്സും ഒക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട് മൈക്കിൾ സമയം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് നല്ലൊരു വിജയം കിട്ടി. അപ്പോൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. സ്കൂളിലെ എല്ലാവരെയും, ടീച്ചേഴ്സിനെയും മാതാപിതാക്കളെയും, പ്രത്യേകിച്ച് മൈക്കിളിനെയും, പിന്നെ അവരെ കോച്ചിങ്ങിന് പഠിപ്പിച്ച ബ്രില്യൻ കോച്ചിങ് സെൻറ്ററിലെ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഓക്കെ, സിസ്റ്റർ വളരെ തിരക്കുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആ ഒരു തിരക്കിട്ട ഒരു സമയത്ത് ഞങ്ങളോടൊപ്പം ഈ കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കാൻ സാധിച്ചതിന് ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. സോ സിസ്റ്റർ, താങ്ക് യു. അപ്പോൾ മൈക്കിളിൻ്റെ ഒരു പഠന രീതിയെ പറ്റി നേരത്തെ പറഞ്ഞു. ഒരു ടൈം ഷെഡ്യൂൾ മൈക്കിളിനുണ്ടായിരുന്നു, ലൈക്ക് ഒരു വ്യക്തമായൊരു ടൈം ടേബിൾ കീപ്പ് ചെയ്ത് ഓരോ വിഷയത്തിന് ഇന്ന സമയം ക്രമീകരിച്ച് അങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു മൈക്കിളിൻ്റെ ആ ഒരു സ്ട്രാറ്റജി? എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്ലിയർ ആയിട്ട് സ്കെഡ്യൂൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പറ്റുന്നത്രയും പഠിച്ചു പോകാൻ നോക്കുന്ന. ഒരു ദിവസം ബയോളജി ഒരു ലിമിറ്റ് വരെ തീർക്കാൻ നോക്കും. അത് തീർത്തില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് വെക്കും. പക്ഷെ മാറ്റി വെക്കത്തില്ല, അപ്പം തന്നെ പഠിച്ചു തീർക്കും. അങ്ങനെ പോയി ഒരു ദിവസം ബയോളജി, അടുത്ത ദിവസം കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്. പറ്റുന്നത്രയും പഠിക്കാൻ നോക്കുന്ന. അത് ക്ലിയർ കട്ട് ലിമിറ്റ് പോലെ അങ്ങനെയൊന്നും വെക്കാറില്ല. ഇല്ല, മാക്സിമം അത് തീരുന്നിടം വരെ അത് പഠിക്കുക. അതിപ്പോൾ ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ തന്നെ അത് ക്ലിയർ ചെയ്ത് അത് കംപ്ലീറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അടുത്ത ടോപ്പിക്കിലേക്ക്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ 2025 നീറ്റ് കഴിഞ്ഞു, 2026 നീറ്റിന് വേണ്ടി ഇപ്പോൾ തന്നെ നിരവധി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ബ്രില്യൻ്റിൽ തന്നെ നമ്മുടെ പല സെൻറ്ററുകളിലായിട്ട് പരിശീലനം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഒരു ഓൾ ഇന്ത്യ ലെവലുള്ള ഇത്ര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു എക്സാം ക്രാക്ക് ചെയ്ത വ്യക്തി എന്ന നിലയിൽ മൈക്കിളിന് എന്താണ് ആ ഒരു ഇനി നീറ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്? എന്ത് സജഷനാണ് കൊടുക്കാനുള്ളത്? പറ്റുന്നത്രയും ആ സമയത്ത് തന്നെ വെച്ച് പഠിച്ചു പോകാൻ നോക്കണം. പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞാൽ മാറ്റി വെക്കരുത്. അത് പിന്നെ ബിൽഡപ്പായി വലിയ പ്രശ്നമാകും. അതല്ലാതെ എന്ന് പറഞ്ഞാൽ ധാരാളം സാറുമാരും മിസ്സുമാരും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് പോയി ചോദിച്ചാൽ മതി. അവർ സന്തോഷത്തോടെ ഇങ്ങോട്ട് പറഞ്ഞു തരും. പ്രൊക്രാസ്റ്റിനേഷൻ പാടില്ല. പറ്റുന്നത്രയും മാറ്റി വയ്ക്കാൻ നോക്കണം. അതാണ് നമുക്ക് മെയിനായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അവർ തരുന്ന ഗൈഡ് ബുക്കും സ്റ്റഡി മെറ്റീരിയലൊക്കെ പറ്റുന്നത്രയും ചോദ്യങ്ങളൊക്കെ ചെയ്യാനും നോക്കണം. അതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ നീറ്റിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടും. പകുതി പ്രശ്നം അവിടെ വെച്ച് പോകും. ബാക്കിയെല്ലാം നമ്മൾ എക്സാമുകളൊക്കെ എഴുതി ആ ഒരു ലെവലിലേക്ക് നമ്മൾ തന്നെ നമ്മളെ എത്തിക്കുകയാണ് അല്ലേ? മോഡൽ എക്സാം ഒന്നും മിസ്സാവാതെ എല്ലാം എഴുതാൻ നോക്കണം. അതിൽ നിന്ന് തന്നെ നമുക്കാണെങ്കിൽ എവിടെയാണ് തെറ്റുള്ളത്, എവിടെയാണ് ശരിയുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അതിൽ നിന്ന് തന്നെ നമുക്ക് റെക്ടിഫൈ ചെയ്ത് നമ്മളെ തന്നെ പെർഫെക്റ്റ് ആക്കുവാണ് അതിലൂടെ അല്ലേ? ഓക്കെ. അപ്പോൾ മൈക്കിൾ മാം വൺസ് അഗെയിൻ വലിയൊരു വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. ഇനിയും ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്. അവിടെ എല്ലാ മികച്ച വിജയങ്ങൾ മൈക്കിളിനെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഫോർ ദ ടൈം ബീയിങ്, congratulations. Thank you. Brilliant Study Center, India's #1 coaching center for NEET and JEE.